നമസ്കാരം. മോഹൻദാസ് എന്ന പേരുള്ള ഒരു ജീവി നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്നുണ്ട്. ഇയാൾ പറഞ്ഞതായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ ചില പത്രങ്ങളിൽ ഇന്നലെ കണ്ടു. അതായത് ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം കൈകാര്യം ചെയ്യാൻ എനിക്കായിരുന്നു അവസരം കിട്ടിയിരുന്നത് എങ്കിൽ ഞാൻ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്ത് കുറേ എണ്ണത്തിനെ കൊന്നുകളയുമായിരുന്നു. അവരുടെയൊക്കെ ശവങ്ങൾ പെറുക്കി ആശുപത്രി കൊണ്ടിടുമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് ഓടുമായിരുന്നു എന്ന് നിങ്ങളും ഒരുപക്ഷെ ഇത് വായിച്ചു കാണും. ഇത് യഥാർത്ഥത്തിൽ ഇയാളുടെ ഒരു നിലവിളിയാണ്. വളരെ വലിയ നിരാശയിൽ നിന്നും ഉടലെടുത്ത ഒരു നിലവിളി. അത് ഈ രൂപത്തിൽ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഇയാളുടെ കയ്യിൽ ഒരു സ്റ്റെൻ ഗൺ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ചുറ്റുമുണ്ടായിരുന്ന പലരെയും ഇയാൾ ആ നിരാശ മൂലം വെടിവെച്ച് കൊന്നേനെ. അതാണ് അയാളുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. മോഹൻദാസ് വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ സുഖമായിട്ട് പോയി എൻ്റെ വീട്ടിലിരിക്കുമെന്നാണ്. അതായത് കുറച്ച് പിള്ളേരെ നമ്മൾ വെടിവെച്ച് കൊല്ലുന്നു, മറ്റുള്ളവർ ചിതറിയോടുന്നു, രംഗം ശാന്തമാകുന്നു, അനന്തരം ഞാൻ പോയിട്ട് സുഖമായിട്ട് വിശ്രമിക്കും, ചായ കുടിക്കും, കടി തിന്നും. നരേന്ദ്രമോദിക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്. ഇയാളെപ്പോലെയുള്ള ഒരു ഭ്രാന്തനായിരുന്നു അദ്ദേഹമെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചേനെ. എന്നാൽ അങ്ങനെ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പ്രധാനും BJPയുടെ ബോധമുള്ള എല്ലാ നേതാക്കന്മാർക്കും നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അവർ ജനാധിപത്യ മര്യാദ അനുസരിച്ച് പെരുമാറിയത്. ഇവിടെ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയാം, സ്ഥിരമായിട്ട് വിറച്ച് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം തന്നെ പൊട്ടത്തരമാണ്. അതിൽ ഏറ്റവും വലിയൊരു പൊട്ടത്തരമായിരുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടായപ്പോൾ ഇയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ. ഇയാളും ഇയാളുടെ സമാന ചിന്താഗതിയുള്ള ആൾക്കാരെല്ലാവരും ഇറാൻ്റെ അന്ത്യം പ്രവചിച്ചവരായിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളും ഇവരും യുദ്ധം മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ പതുക്കെ നിരാശപ്പെടാൻ തുടങ്ങി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാൻ്റെ നേരെ യുദ്ധമായിട്ട് ചെന്നപ്പോൾ ഇവർ വീണ്ടും തലപൊക്കി ഇറാൻ്റെ പതനം അവർ ഉറപ്പിച്ചു. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് ഇയാളെപ്പോലുള്ള ആൾക്കാർ പ്രവചിച്ചു. പക്ഷേ ഇപ്പോൾ അവർ അതേക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല. അവരെന്താണോ പ്രതീക്ഷിച്ചത് അതിന് നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ പോയത്. ഇതുപോലെയാണ് ഇയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടും അത് കേൾക്കാൻ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിജയം. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം വേണ്ട പോലെ അഭിവൃദ്ധിപ്പെടാത്തതും ഇവിടുത്തെ ജനാധിപത്യം നന്നാകാത്തതും ഇതുപോലെയുള്ള കൃമികീടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ്. ഇയാളിവിടെ രണ്ട് കാര്യങ്ങളെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കരിച്ചിരിക്കുന്നത്. ഒന്ന് ജനാധിപത്യം, രണ്ട് നമ്മുടെ ഭരണഘടന. ജനാധിപത്യം എന്നാൽ എന്താണെന്ന് ഇയാൾക്കറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിവരക്കേട് ഇയാൾ പറയില്ലായിരുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ജനങ്ങളുടെ സേവകരാണ്. ഇവിടെ എന്താണ് നടന്നത്? ഇവിടെ നമ്മുടെ സേവകരായിട്ടുള്ള കേന്ദ്ര സർക്കാർ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി രാജ്യവ്യാപകമായിട്ട് നടത്തിയ പരീക്ഷ, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. ആ പരീക്ഷ നേരെ ചൊവ്വേ നടത്താൻ അവർക്ക് പറ്റിയില്ല. ചോദ്യപേപ്പർ ചോർന്നുപോയി. അതിൻ്റെ പേരിൽ പരീക്ഷ റദ്ദാക്കപ്പെട്ടു. ഇതിപ്പോൾ പലവട്ടമായിട്ട് നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കുന്നുണ്ട്. ഇതുമൂലം പ്രശ്നം നേരിടുന്നത് കുട്ടികളാണ്. നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നത്. ഈ പരീക്ഷ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലെങ്കിലും പരീക്ഷ കഠിനമാണ്. അപ്പോൾ ഈ പരീക്ഷ ഒരു കുട്ടി എഴുതാൻ പോകുമ്പോൾ ആ കുട്ടി ആ പരീക്ഷാ ദിനം മുമ്പിൽ കണ്ടുകൊണ്ടാണ് പ്രിപ്പറേഷൻ നടത്തുന്നത്. പരീക്ഷ ആ ദിവസത്തിൽ നിന്നും മറ്റു ദിവസത്തേക്ക് മാറ്റിയാൽ പോലും അത് ആ കുട്ടിക്ക് വിഷമം ഉണ്ടാക്കും. കാരണം അവരൊരു ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് നടത്തുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പരീക്ഷ മാറ്റിവെച്ചതൊന്നുമല്ല. പരീക്ഷ മാറ്റിവെച്ചായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും ക്ഷമിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ എഴുതിയ ശേഷം കുട്ടികൾ മനസ്സിലാക്കുകയാണ് പരീക്ഷ ക്യാൻസലായിപ്പോയി. പരീക്ഷയ്ക്ക് മുമ്പേ ഇവർ തിരിച്ചറിയുകയാണ് ചോദ്യപേപ്പർ ചോർന്നു, അതുകൊണ്ട് പരീക്ഷ ക്യാൻസലാക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായം. ഇത് പരീക്ഷ കുട്ടികൾ എഴുതി. ഒരു നീറ്റ് പരീക്ഷാ സെൻറ്ററിന് മുമ്പിൽ ഞാൻ അന്നത്തെ ദിവസം പോയിരുന്നു. ഒരു ഞായറാഴ്ചയായിരുന്നു. പോലീസുമൊക്കെ നൽകുകയാണ്. ഭയങ്കര ബന്ധോബസ്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നു പരീക്ഷ ക്യാൻസലായി. ആ കുട്ടികളും അവരുടെ അച്ഛനമ്മമാരും നടത്തിയ സകല ശ്രമങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുകയാണ്. വീണ്ടും അവർ ആ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവർക്ക് ആദ്യമുണ്ടായിരുന്ന ആ കോൺഫിഡൻസ്, ആത്മവിശ്വാസം കാണില്ല. കാരണം അതങ്ങനെയാണ്. നമ്മളൊരു പ്രത്യേക ഡേറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചു പോകുമ്പോൾ ആ പർട്ടിക്കുലർ ഡേറ്റാണ് നമ്മുടെ മനസ്സിലുള്ളത്.
നമ്മുടെ സകല ഊർജ്ജവും ആ ഒരൊറ്റ ദിവസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷ അന്നത്തെ ദിവസം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്ര സുഖമായിട്ട് അല്ലെങ്കിൽ അത്ര അനായാസമായിട്ട് അവർക്ക് വീണ്ടും എഴുതുമ്പോൾ അത് സാധിക്കില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾ വളരെ വലിയൊരു പ്രശ്നം നേരിട്ടു. ഈ പ്രശ്നം നമ്മുടെ രാജ്യത്ത് തുടർക്കഥയായിട്ട് വരുന്നത് കൊണ്ട് ഇതിനൊരു പരിഹാരം വേണം. വിദ്യാഭ്യാസ മേഖല എങ്ങനെയിട്ട് പന്ത് തട്ടാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചിന്തിച്ചു. ഇതൊക്കെ ചിന്തിക്കേണ്ട ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. അവർക്ക് അതിന് നേരമില്ല. അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള യാതൊന്നും നോക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരമില്ല. അപ്പോൾ ഇവിടെ കുട്ടികൾ തന്നെ നേരിട്ടിറങ്ങി. കുട്ടികൾ നേരിട്ടിറങ്ങി സർക്കാരിനോട് ചെന്ന് പറഞ്ഞത്, നിങ്ങൾ കാണിച്ച ഈ തെറ്റ് മൂലം ഞങ്ങൾക്കുണ്ടായ പ്രശ്നത്തിന് ഇതിൻ്റെ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി രാജിവെക്കണം. അങ്ങനെ വന്ന് പറയുമ്പോൾ അവിടെ മോഹൻദാസ് ആണ് ഇരിക്കുന്നതെങ്കിൽ മോഹൻദാസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നേരെ പട്ടാളക്കാരെ വിളിക്കുക, ഇവരെ വെടി വെച്ച് കൊല്ലാൻ പറയുക. അതാണ് മോഹൻദാസ് പറഞ്ഞത്. അതായത് തെറ്റ് ചെയ്ത സർക്കാരിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സർക്കാരിന് അധികാരവും പണവും കൊടുക്കുന്ന പൊതുജനം ചെന്ന് അവരോട് പരാതി പറയുമ്പോൾ അവരെ പരാതി കേൾക്കാതെ വരികയും അവർക്ക് ചെവി കൊടുക്കാതിരിക്കുകയും തുടർന്ന് അവരൊരു പ്രൊട്ടസ്റ്റ് നടത്തി സർക്കാരിനെ ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് ഭരിക്കുന്നതെങ്കിൽ ഞാൻ അവരെ വെടിവെച്ച് കൊല്ലും. മോഹൻദാസിന് ജനാധിപത്യം എന്നാൽ എന്താണെന്ന് 70 വയസ്സ് കഴിഞ്ഞിട്ടും അറിഞ്ഞുകൂടാ. അയാൾ കരുതുന്നത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ രാജാക്കന്മാരാണ്, ചക്രവർത്തിമാരാണെന്നാണ്. നമ്മൾ അധികാരം കൊടുത്തിട്ടാണ് നരേന്ദ്രമോദിയും വി.ഡി. സതീശനും വിജയും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അധികാരത്തിലിരിക്കുന്നതെന്ന് മോഹൻദാസിന് അറിഞ്ഞുകൂടാ. ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണെന്നൊരു അല്പമെങ്കിലും ഇയാൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഇയാളിങ്ങനെ ചിന്തിക്കുകൂടിയില്ലായിരുന്നു. ഇവിടെ സമരം ചെയ്യാൻ പോകുന്ന കുട്ടികൾ എതിർ രാജ്യത്തിൻ്റെ പട്ടാളക്കാരല്ല, അല്ലെങ്കിൽ ചൈന അയച്ച ചാരന്മാരല്ല. ഇവിടെ പരീക്ഷ എഴുതിയ കുട്ടികളാണ്. പരീക്ഷ എഴുതി അതുമൂലം തിക്തഫലം അനുഭവിച്ച കുട്ടികൾ ചെന്ന് സർക്കാരിനോട് ന്യായമായ ഒരു കാര്യം പറയുമ്പോൾ അതിന് ആ സ്പോട്ടിൽ തന്നെ പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ കടപ്പാടാണ്. സർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ അടിച്ചമർത്തി ഇവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്ന ഒരു കൂട്ടരല്ല. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം അത്തരത്തിലുള്ള ഏകാധിപത്യ സ്വഭാവമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എഥനോളിൻ്റെ കാര്യം നമുക്കറിയാം. പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് ഇവിടെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഏകാധിപത്യ സ്വഭാവമാണ്. നമ്മുടെ രാജ്യത്ത് എഥനോൾ കലരാത്ത പെട്രോളും എഥനോൾ കലർന്ന പെട്രോളും കൊടുക്കണം. എഥനോൾ കലർത്തിയ പെട്രോളിന് വില കുറവായിരിക്കണം. അങ്ങനെ വില കുറവായതുകൊണ്ട് ആൾക്കാരത് വാങ്ങിക്കോളും. മറുഭാഗത്ത് ഈ സാധനം വേണ്ട എന്ന് പറയുന്നവർക്ക് ശുദ്ധമായ പെട്രോൾ കൊടുക്കണം. എന്നാൽ ഞങ്ങളത് തരത്തില്ല, പണമൊക്കെ നിങ്ങളുടെയാണ്, നികുതി നിങ്ങളുടേതാണ്, ഞങ്ങൾക്ക് അധികാരം തന്നത് നിങ്ങളാണ്, പക്ഷേ ഞങ്ങൾ തരുന്നത് നിങ്ങൾ മേടിച്ചാൽ മതി എന്നുള്ള ധാർഷ്ട്യം ആണ് ഈ സർക്കാർ കാണിക്കുന്നത്. രണ്ടും കൊടുക്കണം. ഫോർട്ടിഫൈഡ് അരി എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾക്കറിയാം. ഈ സാധനം റേഷൻ കടകളെ വഴി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് മാത്രമേ പിന്നെ കിട്ടുകയുള്ളൂ. അതായത് മായം കലർന്ന അരി മാത്രമേ റേഷൻ കടകൾ വഴി കിട്ടുകയുള്ളൂ. നരേന്ദ്രമോദിയുടെ തീരുമാനമാണ്. എന്നാൽ അത് രണ്ടും കൊടുക്കുക. നിങ്ങൾ ഫോർട്ടിഫൈ ചെയ്തും കൊടുക്കുക, ഫോർട്ടിഫൈ ചെയ്യാത്തും കൊടുക്കുക, രണ്ടുമുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വാങ്ങിക്കൊണ്ട് പോകാം. അതാണ് വേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷനില്ല. ഞങ്ങളിത് തരും, നിങ്ങൾ വേണം വാങ്ങിക്കണം. ഈ ധാർഷ്ട്യത്തിനെതിരെയാണ് സത്യം പറഞ്ഞാൽ ഈ കുട്ടികൾ സമരം ചെയ്തത്. ഇപ്പോൾ എഥനോളിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ളൊരു സമരം അനിവാര്യമാണ്. കാരണം ശുദ്ധമായ പെട്രോൾ ലോകത്തുള്ള എല്ലാ രാജ്യക്കാർക്കും കിട്ടുന്നു, ഇവിടെ മാത്രം അത് കിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എഥനോൾ കലർത്തിയ പെട്രോളെ തരത്തുള്ളൂ എന്നൊരു സർക്കാർ തീരുമാനിക്കുകയാണ്. അതുമൂലം വാഹനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട് എന്നും മൈലേജ് കുറയുന്നുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. എഥനോൾ കലർത്തിയിട്ടും പെട്രോളിന് വില കുറയുന്നുമില്ല, കൂടിയ വിലയ്ക്കാണ് തരുന്നത്. ഇപ്പോൾ സർക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ 100 രൂപയ്ക്ക് പെട്രോൾ തരുന്നു, എഥനോൾ ചേർത്ത് കഴിഞ്ഞാൽ 80 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് പറയാം. ഇതങ്ങനെ ഒരു ഗുണവുമില്ല. അപ്പോൾ ഇതെല്ലാം ധാർഷ്ട്യം നിറഞ്ഞ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതികളാണ്. ജനങ്ങൾക്ക് ഓപ്ഷൻസ് വേണം. ജനങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭരണമാണ് കൊടുക്കേണ്ടത്. അവിടെ അടിച്ചേൽപ്പിക്കൽ പാടില്ല. കൊറോണ വാക്സിൻ വന്നപ്പോൾ അടിച്ചേൽപ്പിക്കലായിരുന്നു. രഹസ്യമായിട്ട് അവർ പറഞ്ഞ്, രഹസ്യമായിട്ട് ആരും അറിയാതെ, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഇതില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇവർ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാർഷ്ട്യം, ഏകാധിപത്യ രീതിക്കെതിരെ പ്രതികരിച്ചതാണ് നമ്മുടെ യുവാക്കൾ ചെയ്ത തെറ്റായിട്ട് മോഹൻദാസ് പറയുന്നത്. അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ വെടിവെക്കണം എന്ന് ഇയാൾ പറയുമ്പോൾ ഇയാൾക്ക് ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിഞ്ഞുകൂടാ, ജനാധിപത്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഭരണഘടന നമുക്ക് സമാധാനപരമായിട്ട് പ്രക്ഷോഭം നടത്താനുള്ള, പ്രൊട്ടസ്റ്റ് നടത്താനുള്ള അനുമതി തരുന്നുണ്ട്. ആയുധമെടുത്തുകൊണ്ടുള്ള അഭ്യാസം ഭരണഘടന അനുവദിക്കുന്നില്ല. മറിച്ച് നമുക്ക് സമാധാനപരമായിട്ട് ആയുധങ്ങളൊന്നുമില്ലാതെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ സമാധാനത്തോടു കൂടിയാണ് ഈ കുട്ടികൾ സമരം ചെയ്തത്.
ആ കുട്ടികൾ പറഞ്ഞ ആവശ്യം വളരെ ന്യായമായ ആവശ്യമാണ്. അവർ ഒരു അവകാശത്തിന് വേണ്ടിയോ ആനുകൂല്യത്തിന് വേണ്ടിയോ അല്ല സർക്കാരിന് മുമ്പാകെ ചെന്നത്. സർക്കാർ ചെയ്തൊരു തെറ്റ് തിരുത്തണമെന്ന് പറഞ്ഞാണ് ചെന്നത്. അപ്പോൾ അങ്ങനെ ചെന്ന കുട്ടികളെ ഞാനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞ മോഹൻദാസിനെ പോലെയുള്ള വിഷജീവികളെ ശ്രവിക്കുന്ന ശ്രോതാക്കൾ മനസ്സിലാക്കണം, നിങ്ങൾ സ്വയം അറിയാതെ ഇത്തരക്കാരുടെ വികലമായിട്ടുള്ള ചിന്തകൾക്ക് കീഴ്പ്പെട്ടു പോവുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ വല്ലതും സംഭവിച്ചോ എന്നെങ്കിലും നിങ്ങൾ നോക്കണം. അയാൾ പറഞ്ഞതുപോലെയോ അയാൾ കണക്ക് കൂട്ടിയതുപോലെയോ ഒന്നും സംഭവിച്ചില്ല. കാരണം ഇയാൾക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല. കുറേ ആൾക്കാർ ഇയാൾ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ഇയാൾക്കുള്ള ഒരേ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ ഇയാൾക്ക് ഒരു കാര്യവും വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് സംസാരിക്കാനോ അറിവില്ല. ഒരു വടക്ക് നോക്കി യന്ത്രം മാത്രമാണ്. ആ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ടാണ് എല്ലാം ഇയാൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കേൾക്കുന്ന ജനങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഏത് പാർട്ടിയുമായിട്ടും ബന്ധമുണ്ടാകാം, ഏത് പാർട്ടിയുടെയും പിന്നാലെ പോകാം, ഏത് നേതാവിനെ ഇഷ്ടപ്പെടാം. പക്ഷേ നിങ്ങളെ വഴിതെറ്റിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. നമ്മൾ തിരഞ്ഞെടുത്ത് രാജ്യം ഭരിക്കാനോ സംസ്ഥാനം ഭരിക്കാനോ ഇരുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിലാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് വളരെ വലിയ അപകടമാണ്, ഭരണഘടനാ ലംഘനമാണ്. ഇതൊക്കെ ഇയാളെപ്പോലെയുള്ള ആൾക്കാരെ കേൾക്കുന്നവർ ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. താങ്ക് യു.